ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഗെയിൻ നോളജിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസത്തെയും നോക്കി വരികയാണ്. അപ്പോൾ അവസാനം നമ്മൾ ഫെബ്രുവരി 15 വരെയുള്ള പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 16 മുതൽ 18 വരെയുള്ള അടുത്ത 3 ദിവസത്തെ പ്രധാന സംഭവ വികാസങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ കറണ്ട് അഫയേഴ്സ് ജനുവരി മുതലുള്ളത് ജനുവരി 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും കഴിഞ്ഞ വർഷത്തത് കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോ ദിവസവും നോക്കി വരിക. വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ നന്നായിട്ട് തയ്യാറെടുത്ത് കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഫെബ്രുവരി 16 മുതൽ 18 വരെയുള്ള പ്രധാന സംഭവ വികാസങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. ഇത്തവണ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. അപ്പോൾ 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ. അപ്പോൾ ബ്രിക്സിനെയൊക്കെ പറ്റി മുമ്പ് കണ്ടതാണ്. ബ്രിക്സിൽ അംഗരാജ്യങ്ങളെയൊക്കെ നമ്മൾ മുന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും കൂടെ ഒക്കെ നോക്കുക. കാരണം നമ്മുടെ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ ആ ഭാഗത്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ പുതിയ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായിരിക്കുന്നത് ഗ്യാനേഷ് കുമാർ സിംഗ്. ഗ്യാനേഷ് കുമാറാണ് 26ാമത് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന ശ്രീ രാജീവ് കുമാറിന് പകരമാണ് ആരധികാരത്തിൽ വന്നിരിക്കുന്നത് ഗ്യാനേഷ് കുമാർ കമ്മീഷണറായി വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് ഗ്യാനേഷ് കുമാർ. 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഓക്കെ, അടുത്തൊരു പുരസ്കാരം നോക്കാം. നമ്മുടെ BBC-യുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? മനു ഭാക്കർ. മനു ഭാക്കർ, ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ ഇല്ലേ, നമ്മൾ ഒളിമ്പിക്സ് വന്ന സമയത്ത് കണ്ടതാണ് മനു ഭാക്കർ. അപ്പോൾ മനു ഭാക്കറിനെ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വിഭാഗത്തിലാണ് മനു ഭാക്കർ? ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം തന്നെയാണ് മനു ഭാക്കർ കാഴ്ചവെച്ചത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു ഗെയിംസിൽ ഒന്നിലധികം മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആണ് ആരെന്ന് പറയുന്നത്? മനു ഭാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ എയർ പിസ്റ്റൽ വ്യക്തിഗത ഇനത്തിലും മിക്സഡ് ടീം ഇനത്തിലും വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മനു ഭാക്കർ, ഷൂട്ടിംഗ് താരമായ മനു ഭാക്കറിനെ BBC-യുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്താണ് നമ്മളിപ്പോൾ കണ്ട പ്രധാന വാർത്ത. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ കണ്ടൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, PMFBY എന്ന് പറയും. ആ പദ്ധതി ഇപ്പോൾ 9 വർഷം പൂർത്തിയാക്കിയതാണ് മറ്റൊരു പ്രധാന വാർത്ത. അതായത് ഈ കൃഷിനാശം നേരിടുന്ന കർഷകർക്ക് സാമ്പത്തിക സഹായമൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 2016 മുതൽ ഈ PMFBY എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചപ്പോൾ PMFBY 9 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. അതുപോലെ മറ്റൊരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് 70 അതിൽ കൂടുതലോ വയസ്സുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന പദ്ധതി. ആയുഷ്മാൻ ഭാരത് വയവന്ദന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാ? 70 അതിൽ കൂടുതലോ വയസ്സുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം എത്ര രൂപ വരെ? 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന പദ്ധതി. ഓക്കെ, ആ പദ്ധതിയും കൂടെ നോട്ട് ചെയ്യുക. അതുപോലെ അടുത്തിടെ വന്നൊരു കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണെന്നാണ് അടുത്തിടെ വന്ന റിപ്പോർട്ട്. അതുകൊണ്ട് നോട്ട് ചെയ്യുക. അപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്തിലാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു വാർത്ത, ഫോബ്സ് മാസിക അടുത്തിടെ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 12ാം സ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ ഫോബ്സ് മാസികയുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 12ാം സ്ഥാനമാണ്. ഇതിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 12ാം സ്ഥാനം, 1ാം സ്ഥാനത്ത് അമേരിക്ക. അതുപോലെ മറ്റൊരു കണക്കാണ് ലോകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഡെൻമാർക്ക്. ലോകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്ത് ഏതാണ്? ഡെൻമാർക്കാണ്. അവിടെ ഇന്ത്യയുടെ സ്ഥാനം 96ാം സ്ഥാനമാണ്. 96ാം സ്ഥാനത്താണ് ലോകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡെൻമാർക്കാണ്.
അഴിമതി കൂടിയ രാജ്യങ്ങളിൽ നിൽക്കുന്നത് ഏതാണ്? സുഡാനാണ്. സൗത്ത് സുഡാനാണ് അഴിമതി കൂടിയ രാജ്യങ്ങളിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത്. ലോകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യമാണ് എന്ന് പറയുന്നത് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 96-ാം സ്ഥാനമാണ്. ഓക്കെ, അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 2023-24 തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന 2023-24 ട്രോഫി സ്വരാജ് ട്രോഫി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ട്രോഫിയാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ. മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ല, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. അതുപോലെ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂരും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരവുമാണ്. അപ്പോൾ 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഓക്കെ, അതുകൂടെ നോട്ട് ചെയ്യുക. അടുത്തൊരു കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ് സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം എന്ന് പറയും. 2015 മുതൽ ആരംഭിച്ച ഒരു സ്കീമാണ് സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം. അതെന്ന് പറയുന്നത് സുസ്ഥിര കൃഷിയും മെച്ചപ്പെട്ട വിളവുൽപാദനക്ഷമതയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും മണ്ണിന്റെ പോഷകനിലയെക്കുറിച്ചും കൃത്യമായ വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ നിർണായക വിവരങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമുമായി ബന്ധപ്പെട്ടൊരു വാർത്ത അടുത്തിടെ വന്നിരുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2015 മുതൽ ആരംഭിച്ചതാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം എന്ന് പറയുന്നത്. ഇത് 2022-23 വർഷം മുതൽ മറ്റൊരു പദ്ധതിയിലേക്ക് ലയിപ്പിച്ചു. അതായത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY എന്ന് പറയുന്ന പദ്ധതിയിലാണ് സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം മെർജ് ചെയ്തത്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക, കാരണം നമ്മുടെ സാമ്പത്തിക മേഖലയിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY എന്ന് പറയുന്ന പദ്ധതിയിൽ മെർജ് ചെയ്തിരിക്കുന്നതാണ് ഏത്? സോയിൽ ഹെൽത്ത് കാർഡ്. അതിലൊരു ഘടകമായിട്ട് സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി എന്ന പേരിൽ 2022-23 മുതലാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ലയിപ്പിച്ചത്. അപ്പോൾ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഏതുമായി ലയിപ്പിച്ചിട്ടുണ്ട്? രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY എന്ന് പറയുന്ന ആ പദ്ധതിയിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു പ്രോഗ്രാമാണ് നക്ഷ എന്ന് പറയും. NAKSHA, നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഭൂവുടമസ്ഥയുടെ കൃത്യവും വിശ്വസനീയമായ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നതിന് നഗരപ്രദേശങ്ങളിൽ ഭൂമി സംബന്ധമായ രേഖകൾ സൃഷ്ടിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് രൂപീകരിച്ചൊരു പ്രോഗ്രാമാണ് നക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നഗരപ്രദേശങ്ങളിൽ ഭൂവുടമസ്ഥയുടെ കൃത്യമൊക്കെ ഉറപ്പുണ്ട്. അതായത് ഭൂമി സംബന്ധമായ രേഖകളൊക്കെ നഗരപ്രദേശങ്ങളിൽ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് അതിലൊരു സുതാര്യത വരുത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു പരിപാടിയാണ് നക്ഷ, നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര കൃഷി ഗ്രാമ വികസന വകുപ്പ് മന്ത്രിയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ശിവരാജ് സിംഗ് ചൗഹാൻ, കേന്ദ്ര കൃഷി ഗ്രാമ വികസന വകുപ്പ് മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ജസ്റ്റ് അതുകൂടെ നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടന്റ് റാങ്കിംഗ് ആണ്. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെ അധികാര വികേന്ദ്രീകരണ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കർണാടകയാണ്. 1-ാം സ്ഥാനത്ത് ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ്. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെ അധികാര വികേന്ദ്രീകരണ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കർണാടകയാണ്. 2-ാം സ്ഥാനത്ത് കേരളവും 3-ാം സ്ഥാനത്ത് തമിഴ്നാടുമാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെ അധികാര വികേന്ദ്രീകരണ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് ആരാണ്? കർണാടകയാണ്. കേരളത്തിന്റെ സ്ഥാനം 2ഉം തമിഴ്നാട് 3-ാം സ്ഥാനത്തുമാണ്. അപ്പൊ ഈ ഒരു വികേന്ദ്രീകരണ സൂചിക നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ഘടകങ്ങളാണ് അവർ പരിഗണിച്ചത്. അതിലൊന്നാണ് ചട്ടക്കൂട്, ഫ്രെയിംവർക്ക് എന്ന് പറയും. പിന്നെ കർത്തവ്യ നിർവഹണം, അതായത് ഫങ്ഷൻസ്. 3 ധനകാര്യം, അതായത് ഫിനാൻസ് മാറ്റേഴ്സ്. പിന്നെ ഉദ്യോഗസ്ഥ ഭരണം, അതായത് ഫങ്ഷണറീസ് ഒക്കെ. പിന്നെ അടുത്ത വന്നത് കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അതായത് കപ്പാസിറ്റി എൻഹാൻസ്മെന്റ്. പിന്നുള്ളത് ഉത്തരവാദിത്വം, അതായത് അക്കൗണ്ടബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് വികേന്ദ്രീകരണ സൂചിക കണക്കാക്കാൻ വേണ്ടിയിട്ട് അവർ പരിഗണിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വികേന്ദ്രീകരണ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഏതാണ്? കർണാടകയാണ്.
ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർ ഒന്ന് രണ്ട് കണക്കുകളൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2013-14 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ അധികാര വികേന്ദ്രീകരണം 39.9% നിന്ന് 43.9% വർദ്ധിച്ചു. അപ്പൊ അധികാര വികേന്ദ്രീകരണം എത്ര ശതമാനമായി വർദ്ധിച്ചു? 43.9% വർദ്ധിച്ചു. അതുപോലെ മറ്റൊരു കണക്കാണ് ഈ 2018 ഏപ്രിൽ 21 മുതൽ നമ്മുടെ RGSA എന്ന് പറയുന്ന ഒരു പദ്ധതി, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചു. അത് പ്രകാരം ആ ഒരു പദ്ധതി ആരംഭിച്ചതോടുകൂടി ഈ നമ്മുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അതായത് കപ്പാസിറ്റി എൻഹാൻസ്മെന്റ് നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഘടകത്തിൽ 44% എത്ര ശതമാനമായി വർദ്ധിച്ചു? 54.6% ഒരു വർധനയുണ്ടായത്. കപ്പാസിറ്റി എൻഹാൻസ്മെന്റിൽ എത്ര ശതമാനം വരെ വർധനയുണ്ടായി? 54.6% വർദ്ധിച്ചു എന്നൊരു കണക്കും കൂടെ അതിനോടൊപ്പം അവർ പറയുന്നുണ്ട്. അപ്പൊ ഏത് പദ്ധതി? RGSA, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചതോടുകൂടി എത്ര ശതമാനമായിട്ട് മാറി? കപ്പാസിറ്റി എൻഹാൻസ്മെന്റ് 54.6% വർദ്ധിച്ചു. അതുപോലെ മറ്റൊരു കണക്കാണ് നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് ഫങ്ഷണറീസ്, ആ ഉദ്യോഗസ്ഥ ഭരണത്തെ പറ്റി പറഞ്ഞു ഇല്ലേ, ഒരു ഘടകമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അതിനകത്ത് ഏതാണ്ട് 39.6% നിന്ന് 50.9% ഉദ്യോഗസ്ഥ ഭരണത്തിന്റെ ആ ഒരു ഘടകം വർദ്ധിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അതിന്റെ ശാക്തീകരണത്തിനായിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഉദ്യോഗസ്ഥ ഭരണവുമായി ബന്ധപ്പെട്ട ഘടകം എത്ര ശതമാനത്തിലേക്ക് വന്നത്? 50.9% വർദ്ധിച്ചത്. ഓക്കെ, ആ 2-3 പോയിന്റും കൂടെ ഈ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്തുകളുടെ അധികാര വികേന്ദ്രീകരണ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കർണാടകയാണ്. അപ്പോൾ വികേന്ദ്രീകരണ സൂചി കണക്കാക്കാൻ പരിഗണിച്ച ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ഫ്രെയിംവർക്ക്, മറ്റൊന്ന് ഫങ്ഷൻസ്, ഫിനാൻസ്, ഫങ്ഷണറീസ്, കപ്പാസിറ്റി എൻഹാൻസ്മെന്റ്, അക്കൗണ്ടബിലിറ്റി, ചട്ടക്കൂട്, കർത്തവ്യ നിർവഹണം, ധനകാര്യം, ഉദ്യോഗസ്ഥ ഭരണം, കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ, ഉത്തരവാദിത്വം. ഇതൊക്കെയാണ് അവർ പരിഗണിച്ച 6 ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ ഓരോ പോയിന്റും നോട്ട് ചെയ്തെടുത്ത് പഠിക്കുക. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ദിവസങ്ങളിൽ ഫോളോ ചെയ്യുക. നവംബർ 2024 മുതലുള്ള കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലും ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സുകൾ 2025 ജനുവരി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കുക. അതുപോലെ ഈ മെയ് മാസം നടക്കാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റിന് സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് മാത്രമായിട്ട് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ രാത്രി 10 മണി മുതൽ 11 മണി വരെയാണ് ആ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്. 1 മാസത്തെ ക്ലാസ് ആയിരിക്കും. അത് മാർച്ച് പകുതിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, അത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് സുഖമായി ഒരു നൈറ്റ് സമയത്ത് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഒരുപാട് തിരക്കുള്ള ആൾക്കാർ, നമ്മൾ ഈ ഒരു മിഷൻ നടത്തുന്നത് തന്നെ തീർച്ചയായും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും പിന്നെ ഈ കോച്ചിങ് സെന്ററിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു അവസരം എന്ന രീതിയിൽ. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു സമയമാണ് രാത്രി 10 മണി എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ അങ്ങനെ തന്നെയാണ്. രാത്രി 9 മണിക്കൊക്കെയാണ് നമ്മളുടെ ക്ലാസ്സുകളും നടക്കാറുള്ളത്. അതുപോലെ രാത്രി 10 മണിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. ഉടനെ തന്നെ നമ്മൾ അത് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. മെയ് മാസം നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു.